ഇനി അമ്പലപ്പുഴയിലേക്ക് വരുമ്പോൾ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച ജി സുധാകരന്റെ നീക്കം ഇനി വോട്ടുറപ്പാക്കാനാണ്. കടുത്ത വെല്ലുവിളി ഉയർത്തി പാർട്ടി എതിർഭാഗത്ത് നിൽക്കുന്നത് സുധാകരന് പ്രതിസന്ധിയാകുമെങ്കിലും സ്വാധീനമുള്ള മേഖലകളിൽ വോട്ടുകൾ ഉറപ്പിക്കുകയാണ് ലക്ഷ്യം. സുധാകരനെ നേരിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് CPMന്റെ തീരുമാനം. ഫൈസൽ അസീസ് വിവരങ്ങൾ നൽകും. ഫൈസൽ, ജി സുധാകരൻ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. തനിക്ക് സ്വാധീനമുള്ള മേഖലകളിൽ അത് പാർട്ടിയുടെ വെല്ലുവിളിയെ മറികടന്നുകൊണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ പാർട്ടി അതിനെ എങ്ങനെ എതിരിടാനാണ്? ഒപ്പം തന്നെ ഇന്നലെ നടന്ന റാലികളിൽ അടക്കമുള്ള വിമർശനങ്ങൾക്ക് സുധാകരൻ മറുപടി പറയാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും ഇന്നലെ നടന്ന റാലിയിൽ വലിയ വിമർശനമാണ് HSLAM-ന്റെ ഭാഗത്ത് നിന്നും അതുപോലെ CPM ജില്ലാ സെക്രട്ടറി R നാസറിന്റെ ഭാഗത്ത് നിന്നും ജി സുധാകരനെതിരെ ഉണ്ടായിരുന്നത്. വലിയ വിമർശനം തന്നെയാണ് ഉന്നയിച്ചിരുന്നത്. അതിനൊക്കെ തന്നെയും അദ്ദേഹം അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ മറുപടി പറയുകയും ചെയ്യും. മാത്രമല്ല ഈ അതായത് അമ്പലപ്പുഴയിൽ അദ്ദേഹം മത്സരിച്ച് വിജയിച്ചത് അരിവാൾ ചുറ്റുക നക്ഷത്രത്തിന്റെ ആ ഒരു പിൻബലത്തോടു കൂടിയാണ്. ഇനി അദ്ദേഹം ഏത് കുടയോ അല്ലെങ്കിൽ മറ്റേത് ചിഹ്നത്തിൽ വന്നാലും എങ്ങനെ വിജയിക്കും, അദ്ദേഹത്തെ ഒരിക്കലും വിജയിക്കില്ല എന്നൊക്കെ കാര്യങ്ങളാണ് R നാസർ പറയുന്നത്. മാത്രമല്ല കഴിഞ്ഞ 5 വർഷമായി അദ്ദേഹം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന്റെ പ്ലാനിങ് തയ്യാറാക്കുകയായിരുന്നു എന്നൊക്കെ രീതിയിലുള്ള വലിയ വിമർശനം നാസറിന്റെ ഭാഗത്ത് നിന്നും അതുപോലെ HSLAM-ന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു. അതിനൊക്കെയുള്ള മറുപടി അടുത്ത ദിവസങ്ങളിലൊക്കെ അദ്ദേഹം നൽകുകയും ചെയ്യും. മാത്രമല്ല അദ്ദേഹത്തിന് സ്വാധീനമുള്ള ചില മേഖലകളുണ്ട്. അതായത് ആലപ്പുഴ ജില്ലയിൽ തന്നെ കുട്ടനാട്, അതുപോലെ ഈ അമ്പലപ്പുഴ, അതുപോലെ ആലപ്പുഴ മണ്ഡലം, അതുപോലെ ചെങ്ങന്നൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിന് ചില സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെയുള്ള വോട്ടുകൾ ഒക്കെ സമാഹരിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് ജി സുധാകരന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. പ്രധാനമായും ചുവരെഴുത്തുകളൊക്കെ ഒഴിവാക്കി ഈ സമൂഹ മാധ്യമങ്ങളിൽ നിന്നുള്ള ഒരു പ്രചരണമാണ് അദ്ദേഹം ഉണ്ടാവുക. മാത്രമല്ല പാർട്ടി ഇന്നലെ തന്നെ ഈ പാർട്ടി പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ബ്രാഞ്ച് തലത്തിലുൾപ്പെടെ, അതായത് ഏതെങ്കിലും രീതിയിൽ ജി സുധാകരനെ പിന്തുണയ്ക്കുകയാണെങ്കിൽ പാർട്ടി അംഗങ്ങളാണ് അവരെ ഒഴിവാക്കും എന്നൊക്കെ, അതായത് പാർട്ടി മെമ്പർഷിപ്പ് ഒഴിവാക്കും എന്നൊക്കെ രീതിയിലുള്ള ഒരു നിർദ്ദേശം പാർട്ടി തന്നെ മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, ഒരു താക്കീത് നൽകുന്നുണ്ടായിരുന്നു. ജിൽസി, ശരി, ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്.